കുഞ്ചാക്കോ ഒന്ന് വേറിട്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടായ സിനിമയാണ് പഞ്ചവൻകാട്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് വൈക്കം ചന്ദ്രശേഖരൻ നായരാണ്. ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഗാനം പാടിയിരിക്കുന്നത് പി സുശീലയാണ്. ആ ഗാനം ഇങ്ങനെയാണ്: രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ. ഈ ഗാനത്തിൻ്റെ ശില്പികൾ ദേവരാജനും വയലാറുമാണ്. അഭിജാതങ്ങളായ ബിംബങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ ഗാനമാണ് നിറയെ ചിത്രവേലകളും ശില്പവേലകളും നിർവഹിച്ചിട്ടുള്ള ഒരു രാജമന്ദിരത്തിലേക്ക് അവിചാരിതമായി കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഈ ഗാനം നമുക്ക് തരുന്നുണ്ട്. സുശീലാമ്മയുടെ അതിമനോഹരമായ ഗാനമാണ് രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ. ഈ പാട്ട് ശരിക്കും സുശീലാമ്മയുടെ ശബ്ദം യോജിക്കുന്നത് ഷീലയ്ക്കാണ്. എന്നാൽ ഈ പാട്ട് ശാരദയ്ക്ക് വേണ്ടിയാണ്. വളരെ മനോഹരമായൊരു ഗാനമാണ്. വളരെ ഇഷ്ടപ്പെട്ട ഗാനമായത്. അറുപത് 70 കാലഘട്ടങ്ങളിലെ മലയാളികളുടെ ഓണസമ്മാനവും ക്രിസ്മസ് സമ്മാനവും വിഷു കൈനീട്ടമൊക്കെ കുഞ്ചാക്കോയുടെ ചിത്രങ്ങളും അതിലെ മനോഹരമായ ഗാനങ്ങളുമായിരുന്നു. സത്യമാഷിൻ്റെയും നസീർ സാറിൻ്റെയൊക്കെ കൂറ്റൻ കട്ടൗട്ടുകൾ മലയാളികൾ കണ്ട് വിസ്മയിച്ച് നിന്നതും കുഞ്ചാക്കോയുടെ ചിത്രങ്ങളുടെ പ്രദർശന വേളകളിലായിരുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളായ ചിത്രങ്ങളാണ് പഞ്ചവൻകാട് പോലെയുള്ള ചിത്രങ്ങൾ. ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും പൂനിലാവുദിക്കുമ്പോൾ ഇതിലേ 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 ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും അവർ സുന്ദരിമാരുടെ ഹൃദയ സരസ്സുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും 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 സ്വപ്നം കൊണ്ടു നിറയ്ക്കും. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂക്കുട തീർത്തു ആരിലും ആരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരുന്മാദം.